സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച മകളുടെയും വൃക്ക രോഗബാധിതനായ ഭർത്താവിന്റെയും ചികിത്സയ്ക്ക് പണമില്ലാതെ ജീവിതം വഴിമുട്ടി ഒരു വീട്ടമ്മ. കൊല്ലം പുനലൂർ സ്വദേശിനി ഉഷയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇത്ര നാളും എനിക്ക് വേണ്ടി ജീവൻ മാറ്റി വെച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പം ഇതായിട്ട് വേണം എന്നെ എനിക്ക് അമ്മ എന്നെ ഇട്ടിട്ട് ജോലിക്ക് പോയിട്ട് കഴിയുമ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ശാരീരികമായും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുക. എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. 27 വയസ്സുകാരി കല്ലുമല സ്വദേശിനി ദേവുവിന് പരസഹായമില്ലാതെ നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല. ജന്മന രോഗബാധിത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. മികച്ച ചികിത്സയ്ക്കായി ശ്രീചിത്രയിലേക്ക് അയച്ചെങ്കിലും പണമില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങി. 10 വർഷം പ്രവാസിയായിരുന്ന അച്ഛൻ വേണുഗോപാൽ കോവിഡ് കാലത്ത് സ്ട്രോക്ക് വന്നു വീണു. ഇന്ന് കടുത്ത വൃക്ക രോഗി. വീട്ടിൽ പട്ടിണി രൂക്ഷമായതോടെയാണ് ദേവുവിന്റെ അമ്മ വേണുഗോപാലിന്റെ ഭാര്യ ഉഷ പുനലൂരിലെ ബേക്കറിയിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. കിട്ടുന്ന തുച്ഛമായ വരുമാനം മരുന്നിനു പോയിട്ട വീട്ടുചെലവിന് പോലും തികയാത്ത അവസ്ഥ. വീട് വരെ ജപ്തിയിൽ വന്ന് കിടക്കുവാണ്. ഇപ്പം നോട്ടീസ് 2 നോട്ടീസ് വന്ന് അത് അടയ്ക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ചികിത്സയാണ്. എന്നും മെഡിക്കൽ കോളേജാണ്. രാത്രിയാവുക ശ്വാസം മുഴുവൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുക. ഇത് തന്നെ. ഇപ്പോൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇവരെ നോക്കണം. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇവർ രണ്ടും കരച്ചില്ല. കാരണം ഈ വീട്ടിൽ ഞാൻ പോയ 2 പേരും ആഹാരം കഴിക്കാതെ ഇതിനകത്ത് ഇരിക്കുന്നത്. വീട്ടിലോട്ട് എനിക്ക് ഇരുന്ന് ഇവരെ നോക്കണമെങ്കിൽ എനിക്ക് ആരെങ്കിലും എന്നെ സഹായിക്കാതെ എനിക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ. മികച്ച ചികിത്സ ലഭ്യമാക്കിയാൽ വേണുഗോപാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ദേവുവിന് മുടങ്ങിയ വാക്സിൻ ലഭ്യമാകും. ഇതിന് സുമനസ്സുകൾ കനിയണം. സഹായങ്ങൾക്കായി ഉഷയുടെ പേരിൽ പുനലൂർ സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.